गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും ഇനി എന്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ 5 അധ്യായങ്ങൾ പഠിച്ചു. 6ാമത്തെ അധ്യായമാണ് നമ്മൾ തുടങ്ങുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ ഒരു അധ്യായത്തിൽ ശ്രീ അദ്വൈതാചാര്യയെ കുറിച്ചാണ് പറയുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്, നമുക്ക് നോക്കാം. 1. വന്ദേ തം ശ്രീമദദ്വൈതാചാര്യം അദ്ഭുതചേഷ്ടിതം യസ്യ പ്രസാദാത് അജ്ഞോപി തത്സ്വരൂപം നിരൂപയേത്. വന്ദേ തം ശ്രീമദദ്വൈതാചാര്യം അദ്ഭുതചേഷ്ടിതം യസ്യ പ്രസാദാത് അജ്ഞോപി തത്സ്വരൂപം നിരൂപയേത്. വന്ദേ തം ശ്രീമദദ്വൈതാചാര്യം അദ്ഭുതചേഷ്ടിതം യസ്യ പ്രസാദാത് അജ്ഞോപി തത്സ്വരൂപം നിരൂപയേത്. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. വന്ദേ തം ശ്രീമദ് അദ്വൈതാചാര്യം അദ്ഭുതചേഷ്ടിതം യസ്യ പ്രസാദാത് അജ്ഞോപി തത്സ്വരൂപം നിരൂപയേത്. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ അദ്വൈതാചാര്യനെ ഞാൻ പ്രണമിക്കുന്നു. അവിടുത്തെ പ്രവർത്തികളെല്ലാം അത്ഭുതകരമാണ്. അവിടുത്തെ കാരുണ്യത്താൽ ഒരു വിഡ്ഢിക്ക് പോലും അവിടുത്തെ ഗുണവിശേഷങ്ങൾ വിവരിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യയുടെ പ്രണാമന്ത്രമാണ്. അദ്വൈതാചാര്യയെ പ്രണമിക്കുന്നു. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അദ്വൈതാചാര്യരുടെ പ്രവൃത്തികൾ, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ് പറയുന്നത്? അദ്വൈതാചാര്യം അദ്ഭുതചേഷ്ടിതം. അദ്ദേഹം ചെയ്തിട്ടുള്ള ലീലകളും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ഭുതമാണ്. അദ്ഭുത ചേഷ്ടിതം. എന്നിട്ട് പറയുന്നു അദ്ദേഹം, യസ്യ പ്രസാദ അജ്ഞോപി തത് സ്വരൂപം നിരൂപയത്. ആ അദ്വൈതാചാര്യയുടെ മഹാകൃപ കൊണ്ട്, മഹാകാരുണ്യം കൊണ്ട് എന്നെ പോലുള്ള അജ്ഞനായിട്ടുള്ള വ്യക്തി, അതായത് വളരെ വിഡ്ഢിയായിട്ടുള്ള വ്യക്തിക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് നിരൂപിക്കാൻ സാധിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. തത് സ്വരൂപം. അദ്വൈതാചാര്യ ഭഗവാന്റെ അംശമാണ്. നമുക്കറിയാം, ഭഗവാന്റെ വിസ്തരണമാണ്.
ശ്രീ മഹാവിഷ്ണുവാണ് ശ്രീ അദ്വൈതാചാര്യ. ശ്രീ മഹാവിഷ്ണുവും സദാശിവന്റെയും ഒരു കോമ്പിനേഷനാണ് ശ്രീ അദ്വൈതാചാര്യ. നമ്മൾ ഇനി മുന്നോട്ട് അത് കാണും. അപ്പോൾ ഇവിടെ അദ്വൈതാചാര്യയുടെ മഹാകാരുണ്യം കൊണ്ട് ഈ വിഡ്ഢിയായിട്ടുള്ള എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കാൻ സാധിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ വഴി. അദ്ദേഹത്തിന്റെ കൃപ വേണം, എന്നാലേ അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുള്ളൂ. അതാണ് പറയുന്നത്. കാര്യം അദ്വൈത ഇത് തന്നെ നമ്മൾ കണ്ടു. നിത്യാനന്ദ പ്രഭുവിന്റെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അധ്യായത്തിൽ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ചോദിക്കുകയാണ് ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഇവിടെ ശ്രീ അദ്വൈതാചാര്യരുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്നു. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും, നിത്യാനന്ദന് എല്ലാ സ്തുതികളും, അദ്വൈതാചാര്യന് എല്ലാ സ്തുതികളും, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തവൃന്ദത്തിന് എല്ലാ സ്തുതികളും. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതിക്കുന്നു. ജയ നിത്യാനന്ദ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ സ്തുതിക്കുന്നു. ശ്രീ അദ്വൈതാചാര്യയെ സ്തുതിക്കുന്നു. ജയദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. അപ്പോൾ അദ്വൈത ആചാര്യയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നു ഗൗരഭക്തവൃന്ദ. ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തർക്കും സ്തുതിക്കുന്നു, എല്ലാവരെയും സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. നമ്മൾ ക്ലാസ്സിന് മുമ്പ് എപ്പോഴും ചൊല്ലാറുണ്ട്. ഇത് വളരെ നല്ലതാണ്. കാര്യം നമ്മൾ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ മഹാപ്രഭുവിന്റെ എല്ലാ പാർഷദരെയും നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ജയ ജയ എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. അവരെ സ്തുതിക്കുമ്പോൾ, വരിഷ്ഠരായിട്ടുള്ളവരെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. പഞ്ചശ്ലോക കഹില ശ്രീ നിത്യാനന്ദ തത്വ ശ്ലോകദ്വയ കഹി അദ്വൈതാചാര്യ മഹത്വ. പ്രഭുജി, പഞ്ചശ്ലോകേ കഹില ശ്രീ നിത്യാനന്ദ തത്വ ശ്ലോകദ്വയേ കഹി അദ്വൈതാചാര്യ മഹത്വ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. 5 ശ്ലോകങ്ങളിൽ ഞാൻ നിത്യാനന്ദന്റെ തത്വം വിവരിച്ചു. അടുത്ത 2 ശ്ലോകങ്ങളിൽ ഞാൻ അദ്വൈതാചാര്യന്റെ മഹിമകൾ വിവരിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടു കുറെ ശ്ലോകങ്ങൾ. ആദ്യത്തെ 14, 13, 14 ശ്ലോകങ്ങളിലായിട്ട് ആദ്യം മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ആന്തരിക കാരണവും ബാഹ്യമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോൾ 2 ശ്ലോകങ്ങളിൽ അദ്വൈതാചാര്യരുടെ മഹാത്മ്യമാണ് പറയുന്നത് ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രഭു. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനാണ് ഈ അധ്യായം മുഴുവനും. ആ 2 ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മഹാവിഷ്ണുർ ജഗത്കർത്ത മായയാശ്രജത്യതാ തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മഹാവിഷ്ണുർജഗത്കർത്ത മായയാ സൃജദ്യതാ തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരഃ. വിവർത്തനം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മായയുടെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈതാചാര്യൻ. ഹരേ കൃഷ്ണ. മഹാവിഷ്ണുവിന്റെ അവതാരം, മഹാവിഷ്ണു ജഗത്കർത്ത. നമുക്കറിയാം ശ്രീ മഹാവിഷ്ണുവാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. മഹാവിഷ്ണു ജഗത്കർത്ത മായയായ ശ്രജത്യത. ആ മഹാവിഷ്ണുവിന്റെ അതായത് ആ മഹാവിഷ്ണു എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? അതായത് മായശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. ഭഗവാന്റെ ബഹിരാംഗ ശക്തി ഉപയോഗിച്ച് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു. തസ്യ അവതാര ഏവായം. ആ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈതാചാര്യ എന്നാണ് പറയുന്നത്. ആ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീ അദ്വൈതാചാര്യ. അടുത്ത ശ്ലോകം. അദ്വൈതം ഹരിണാദ്വൈതത് ആചാര്യം ഭക്തി ശംസനാത് ഭക്താവതാരം ഈശം തം
അദ്വൈതാചാര്യമാശ്രയേ. മനോഹരമായിട്ടുള്ള ശ്ലോകം. യെസ്. ഹരേ കൃഷ്ണ. അദ്വൈതം ഹരിണാദ്വൈതാത് ആചാര്യം ഭക്തിശംസനാത് ഭക്താവതാം ആരമീശം തം അദ്വൈതാചാര്യമാശ്രയേ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ഹരിയിൽ നിന്ന് അനന്യനായതിനാൽ അദ്വൈതനെന്നും ഭക്തി സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനാൽ ആചാര്യനെന്നും അവിടുന്ന് വിളിക്കപ്പെടുന്നു. അവിടുന്ന് ഒരേ സമയം ഭഗവാനും ഭക്താവതാരവുമാകുന്നു. അതിനാൽ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. അദ്വൈതം, അദ്വൈതാചാര്യ. ഹരിണാദ്വൈതാത്, ഭഗവാൻ ഹരിയായിട്ട് വ്യത്യാസമില്ല. ദ്വൈത അദ്വൈത എന്ന് പറഞ്ഞാൽ അർത്ഥം, ദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അദ്വൈത എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ല. അതാണ് അദ്വൈതത്തിന്റെ അർത്ഥം. ഇപ്പോൾ അദ്വൈത സിദ്ധാന്തം കേട്ടിട്ടുണ്ടാവും. ശ്രീപാദ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളും ഭഗവാന്റെ അംശമാണ്, ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല. നമ്മളും സച്ചിദാനന്ദമാണ്, ഭഗവാൻ പൂർണ്ണ സച്ചിദാനന്ദമാണ്, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവജാലങ്ങളും സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്വൈതം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യത്യാസമില്ല എന്നാണ്. പക്ഷേ പലപ്പോഴും മായാവാദം കലരുമ്പോൾ, അതിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, എന്നാൽ ക്വാളിറ്റി വൈസില് നമുക്ക് ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ക്വാളിറ്റീസും നമുക്ക് കുറച്ചുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാൽ അളവില് വ്യത്യാസമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോൺ ഡിഫറെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ വ്യത്യാസമില്ലാത്തത്. ഇവിടെ ഹരിണാദ്വൈതാത്, ഭഗവാൻ ഹരിയുമായിട്ട് വ്യത്യാസമില്ല. ആര്? അദ്വൈതാചാര്യ. കാര്യം ഭഗവാന്റെ അവതാരമാണ്, അതാണ് പറയുന്നത്. ആചാര്യം ഭക്തി സംസനാത്. ആചാര്യം, ശ്രീ അദ്വൈതാചാര്യ ആചാര്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം അദ്ദേഹം ഈ ഭക്തിയെ കുറിച്ച് പ്രചരണം ചെയ്യുന്നു, ഭക്തിയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ആചാര്യം എന്ന് പറയുന്നത്. ആചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവര് അത് ഫോളോ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഭക്തി ശംസനാത്, ഭക്തിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിക്കുന്നു. പിന്നെ പറയുന്നു ഭക്താവതാരം ഈഷം തം. എന്നാൽ ശ്രീ അദ്വൈതാചാര്യ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഭഗവാന്റെ അംശം, ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈശ്വര തത്വമാണ്, ഈശമാണ്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഭക്താവതാരം കൂടിയാണ്. കാര്യം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ അദ്ദേഹം ഈശ്വരനായിട്ട് വന്ന് 4 കൈകളോട് കൂടിയിട്ടല്ല വന്നിട്ടുള്ളത്. അദ്ദേഹം ഭക്താവതാരം. അപ്പം ഒരേ സമയത്ത് ഭക്താവതാരവുമാണ്, ഒരേ സമയത്ത് ഭക്തനുമാണ്, എന്നാൽ ഭഗവാന്റെ അവതാരം കൂടിയാണ്. അതാണ് ശ്രീ അദ്വൈതാചാര്യ. ആ അദ്വൈതാചാര്യയെ ഞാൻ പ്രണമിക്കുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. അതാണ് പറയുന്നത് അദ്വൈതാചാര്യം ആശ്രയേ. ആ അദ്വൈതാചാര്യയുടെ തൃപാദങ്ങളെ ഞാൻ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മനോഹരമായൊരു ശ്ലോകമാണ്. അദ്വൈതം ഹരിണാദ്വൈത ആചാര്യം ഭക്തി ശംസനാത് ഭക്താവതാരം ഈഷം തം അദ്വൈതാചാര്യമാശ്രയേ. മനോഹരം. അടുത്ത ശ്ലോകം 6. അദ്വൈത ആചാര്യ ഘോഷായ സാക്ഷാദീശ്വര യാഹര മഹിമ നഹേ ജീവേര ഗോചര. ഹരേ കൃഷ്ണ പ്രഭു. അദ്വൈത ആചാര്യ ഗോസാനി സാക്ഷാത് ഈശ്വര യൻഹര മഹിമ നഹേ ജീവേര ഗോചര. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈത ആചാര്യൻ തീർച്ചയായും സാക്ഷാത് പരമദിവ്യോത്തമ പുരുഷനാണ്. അവിടുത്തെ മഹാത്മ്യം സാധാരണ ജീവന്മാർക്ക് സങ്കല്പാതീതമാണ്. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യ സാക്ഷാത് ഈശ്വര. അദ്വൈതാചാര്യ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, സാക്ഷാത് ഈശ്വരൻ തന്നെയാണ്, പരമദിവ്യത്വവും പുരുഷൻ തന്നെയാണ്. കാര്യം അത് ഭഗവാന്റെ അംശവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെ? സാക്ഷാത് ഈശ്വരൻ തന്നെയാണ് അദ്വൈതാചാര്യ. എന്നിട്ട് പറയുന്നു യാഹാര മഹിമ നഹേ ജീവര ഗോചര. അദ്ദേഹത്തിന്റെ മഹിമകൾ
മഹാത്മ്യങ്ങൾ, അദ്വൈതാചാര്യരുടെ മഹാത്മ്യം, മഹിമകൾ ജീവര ഗോചര, ജീവജാലങ്ങൾക്ക്, നമ്മളെ പോലുള്ള സാധാരണ ആളുകളുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. അത്രമാത്രം മഹാത്മ്യമുണ്ട് എന്നാ പറയുന്നത്. അചിന്ത്യമാണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. ആരുടെ മഹാത്മ്യം? അദ്വൈതാചാര്യരുടെ മഹാത്മ്യം. അതാണ് ഇവിടെ പറയുന്നത്. അദ്വൈത ആചാര്യ ഗോഷായ് സാക്ഷാതീശ്വര യഹര മഹിമ നഹെ ജീവര ഗോചര. യെസ്, അടുത്ത ശ്ലോകം. മഹാവിഷ്ണു സൃഷ്ടികരേണ ജഗത് ആദികാര്യ താര അവതാര സാക്ഷാത് അദ്വൈത ആചാര്യ. ഹരേ കൃഷ്ണ. മഹാവിഷ്ണു സൃഷ്ടികരേണ ജഗദാധികാര്യ താര അവതാര സാക്ഷാത് അദ്വൈത ആചാര്യ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാവിഷ്ണു വിശ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ശ്രീ അദ്വൈതാചാര്യൻ അവിടുത്തെ നേരിട്ടുള്ള അവതാരമാണ്. ഹരേ കൃഷ്ണ. മഹാവിഷ്ണു സൃഷ്ടികരേണ ജഗത് ആദികാര്യ. അപ്പോൾ മഹാവിഷ്ണു ആണ് ജഗത്ത് സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. എല്ലാം അദ്ദേഹമാണ് നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത്, സൃഷ്ടി നടത്തുന്നത്. ശരി, താഹാര അവതാര സാക്ഷാത് അദ്വൈതാചാര്യ. ആ മഹാവിഷ്ണുവിന്റെ സാക്ഷാത് അവതാരമാണ്, ഡയറക്റ്റ് അവതാരമാണ് ആര്? അദ്വൈതാചാര്യ. അതാണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണുവും അദ്വൈതാചാര്യയും തമ്മിൽ വ്യത്യാസമില്ല. യേ പുരുഷ സൃഷ്ടി സ്ഥിതി കരേന മായായ അനന്ത ബ്രഹ്മാണ്ഡ സൃഷ്ടി കരേന ലീലായ. യെസ്, ഹരിബോൾ. ഹരേ കൃഷ്ണ. യേ പുരുഷ സൃഷ്ടി സ്ഥിതി കരേണ മായായ അനന്ത ബ്രഹ്മാണ്ഡ സൃഷ്ടി കരേണ ലീലായ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ആ പുരുഷൻ തന്റെ ബഹിരംഗ ശക്തിയിലൂടെ സൃഷ്ടിയും പരിപാലനവും നിർവഹിക്കുന്നു. അവിടുന്ന് തന്റെ ലീലകളാൽ അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ആ പുരുഷൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ബഹിരാംഗ ശക്തി ഉപയോഗിച്ച് സൃഷ്ടി നടത്തുന്നു, ഭൗതിക ലോകം. അദ്ദേഹം അനേക കോടി, അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള, നമുക്ക് എണ്ണം പറയാൻ സാധിക്കില്ല, അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിന്റെ ലീലയുടെ ഭാഗമായിട്ട്. മഹാവിഷ്ണുവിന്റെ ലീല എന്താണ്? കൃഷ്ണന്റെ ഒരുപാട് അസംഖ്യ ലീലകളുണ്ട് അല്ലെ. മഹാവിഷ്ണുവിന്റെ ലീല എന്താണ്? അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈം എന്താണ്? ഈ ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിക്കുക, ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂലകങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ആരുടെ ലീല? മഹാവിഷ്ണുവിന്റെ. അനന്ത ബ്രഹ്മാണ്ഡ സൃഷ്ടി കരേന ലീലയ. അദ്ദേഹത്തിന്റെ ലീലയാണ് ഇതെല്ലാം. ഇച്ഛായ അനന്തമൂർത്തി കരേന പ്രകാശ് ഏക മൂർത്തെ കരേ ബ്രഹ്മാണ്ഡ പ്രവേശ്. യെസ്, ഹരേ കൃഷ്ണ. ഇച്ഛായ ആനന്ദമൂർത്തികാരേണ പ്രകാശ ഏക മൂർത്തികാരേണ ബ്രഹ്മാണ്ഡേ പ്രവേശ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വേച്ഛയാൽ അവിടുന്ന് എണ്ണമറ്റ രൂപങ്ങൾ കൈക്കൊള്ളുകയും ആ രൂപങ്ങളിൽ ഓരോ ബ്രഹ്മാണ്ഡത്തിലും പ്രവേശിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇച്ഛായ അനന്തമൂർത്തി കരേന പ്രകാശ് ഏക മൂർത്തി കരേന ബ്രഹ്മാണ്ഡ പ്രവേശ്. ഇച്ഛായ, അദ്ദേഹത്തിന്റെ ഇച്ഛ പ്രകാരം, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം എന്ത് ചെയ്യുന്നു? അനന്തമൂർത്തി കരേന പ്രകാശ്. അദ്ദേഹം ഒരുപാട് അദ്ദേഹം പല രൂപങ്ങളിൽ അദ്ദേഹം വിസ്തരിക്കുന്നു. മഹാവിഷ്ണു ഏക മൂർത്തി കരേന ബ്രഹ്മാണ്ഡ പ്രവേശ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓരോ ബ്രഹ്മാണ്ഡത്തിനകത്തേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ മഹാവിഷ്ണു നമുക്കറിയാം സൃഷ്ടി നടത്തുന്നു, ബ്രഹ്മാണ്ഡങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഓരോ ബ്രഹ്മാണ്ഡത്തിനകത്തേക്കും മഹാവിഷ്ണു പ്രവേശിക്കുന്നു, ഗർഭോദക സായി വിഷ്ണു ആയിട്ട് അല്ലെ. അതാ പറയുന്നത് ഇവിടെ. ഓരോ ബ്രഹ്മാണ്ഡത്തിലേക്കും അദ്ദേഹം വിസ്തരിക്കുന്നു, അദ്ദേഹം എൻ്റർ ചെയ്യുന്നു, അകത്തേക്ക് കയറുന്നു. സേ പുരുഷേര അംശ അദ്വൈത നാഹി കിച്ചു ഭേദ ശരീര വിശേഷ താര നാഹിക വിച്ഛേദ. ഹരേ കൃഷ്ണ. സേ പുരുഷേര അംശ
അദ്വൈത നാഹി കിച്ചുഭേദ ശരീര വിശേഷ തന്റെ നാഹിക വിച്ഛേദ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ അദ്വൈതാചാര്യൻ ആ പുരുഷന്റെ ഒരു സമഗ്ര ഭാഗമായതിനാൽ അവിടുന്നിൽ നിന്ന് വ്യത്യസ്തനല്ല. വാസ്തവത്തിൽ അദ്വൈതാചാര്യൻ ആ പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല, ആ പുരുഷന്റെ മറ്റൊരു രൂപമാണ്. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യ ഏത് പുരുഷന്റെ? മഹാവിഷ്ണുവായിട്ട് വ്യത്യാസമില്ല എന്നാണ് വീണ്ടും പറയുന്നത്. സേ പുരുഷേര അംശ, അദ്വൈതാചാര്യ മഹാവിഷ്ണുവിന്റെ അംശമാണ് അദ്വൈത. നാഹി കിച്ചുഭേദ, എന്നാൽ അവര് രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല. ശരീര വിശേഷതാര നാഹിക വിച്ഛേദ. ശരിക്കും പറയുകയാണെങ്കിൽ അവര് രണ്ടുപേരുടെ ശരീരം വ്യത്യാസമില്ല എന്ന് പറയുന്നത്. വേറെ രൂപത്തിലുള്ള പുരുഷൻ, അതായത് മഹാവിഷ്ണു തന്നെയാണ് അദ്വൈതാചാര്യ എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്തു പറയുവാണ്. മഹാവിഷ്ണു തന്നെയാണ് അദ്വൈതാചാര്യ എന്നുള്ളത്. ഓക്കെ. സഹായകരേന തരാലയ പ്രധാന കോടി ബ്രഹ്മാണ്ഡകരേന ഇച്ഛായ നിർമ്മാണ. ഹരേ കൃഷ്ണ. സഹായകരേണ തരാലയ പ്രധാന കോടി ബ്രഹ്മാണ്ഡകരേണ ഇച്ഛായ നിർമ്മാണ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ആരുടെ ഭൗതിക ശക്തിയാലും ഇച്ഛയാലും എണ്ണമറ്റ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവോ ആ പുരുഷന്റെ ലീലകളിൽ അദ്വൈതാചാര്യൻ സഹായിക്കുന്നു. ഹരേ കൃഷ്ണ. സഹായകരേണ താര ലയ പ്രധാന. അദ്വൈതാചാര്യ ആ പുരുഷന്റെ, ഏത് പുരുഷന്റെ? മഹാവിഷ്ണുവിന്റെ ലീലകളിൽ അദ്ദേഹം സഹായിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ലീലകളിൽ സഹായിക്കുന്നു. കോടി ബ്രഹ്മാണ്ഡകരേണ ഇച്ഛായ നിർമ്മാണ. അദ്ദേഹം ബഹിരാംഗ ശക്തി ഉപയോഗിച്ച് അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ മഹാവിഷ്ണു തന്നെയാണ് ശ്രീ അദ്വൈതാചാര്യ എന്നുള്ളത്. ഏത് മഹാവിഷ്ണു? സൃഷ്ടി നടത്തുന്ന മഹാവിഷ്ണു തന്നെയാണ് അദ്വൈതാചാര്യ എന്ന് ഇവിടെ വീണ്ടും പറയുന്നു. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത സദാ മംഗള യാരനാമ. ഹരേ കൃഷ്ണ പ്രഭു. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദാ മംഗളയന്ത്ര നാമ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ അദ്വൈതാചാര്യൻ എല്ലാ മംഗള ഗുണങ്ങളുടെയും സംഭരണിയാകയാൽ ലോകത്തിന് സർവമംഗളകാരിയാണ്. അവിടുത്തെ ഗുണങ്ങളും നാമവും കർമ്മവും സദാ മംഗളകരമാണ്. ഭാവാർത്ഥം: മഹാവിഷ്ണുവിന്റെ അവതാരമായ അദ്വൈത പ്രഭു ഒരാചാര്യനാണ്. അവിടുത്തെ പ്രവൃത്തികളും വിഷ്ണുവിന്റെ മറ്റെല്ലാ പ്രവൃത്തികളും മംഗളകരമാണ്. വിഷ്ണു ഭഗവാന്റെ ലീലകളിൽ സർവമംഗളത്വം ദർശിക്കാൻ കഴിയുന്ന ഒരുവൻ സ്വയം മംഗളകാരിയായി ഭവിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ സർവമംഗളങ്ങളുടെയും ഉറവിടമായതിനാൽ അവിടുത്തെ ഭക്തിയുത സേവനത്തിൽ ആകൃഷ്ടനാകുന്ന ഏതൊരുവനും മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഏറ്റവും മഹത്തായ സേവനങ്ങൾ നിർവഹിക്കാൻ കഴിയും. പരിശുദ്ധമായ ഭക്തിയുത സേവനത്തെ ജീവസത്തകളുടെ ശാശ്വത ധർമ്മമായും യഥാർത്ഥ മോക്ഷമായും മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്ന ഭൗതിക ലോകത്തിലെ തിരസ്കൃത വ്യക്തികൾ അവരുടെ അല്പജ്ഞാനം മൂലം എല്ലാ ഭക്തിയുത സേവനവും അപഹരിക്കപ്പെട്ടവരായി തീരും. അദ്വൈത പ്രഭുവിന്റെ ഉപദേശങ്ങളിൽ കാമ്യകർമ്മത്തിന്റെയോ നിരാകാര മോക്ഷത്തിന്റെയോ പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഭൗതിക ശക്തിയുടെ വശീകരണത്താൽ വിഭ്രാന്തനായതിനാൽ അദ്വൈത പ്രഭു വിഷ്ണുവിൽ നിന്ന് ഭിന്നനല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ അവരുടെ വ്യക്തിശൂന്യ സങ്കല്പങ്ങളുമായി അവിടെ നിന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. അവരെ ശിക്ഷിക്കാനുള്ള അദ്വൈത പ്രഭുവിന്റെ ഉദ്യമവും മംഗളകരമാണ്. വിഷ്ണുവിനും അവിടുത്തെ പ്രവൃത്തികൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിയാൻ കഴിയും. അതായത് വിഷ്ണു ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ഒരുപോലെയാണ്. എന്തെന്നാൽ വിഷ്ണുവിന്റെ പ്രവൃത്തികളെല്ലാം നിരപേക്ഷമാണ്. അദ്വൈത പ്രഭുവിന്റെ മറ്റൊരു നാമമായിരുന്നു മംഗളൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കാരണാവതാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിനു വേണ്ടിയുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരമെന്ന നിലയിൽ അവിടുന്ന് ഭൗതിക പ്രകൃതിയുടെ ഘടകപദാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രതിനിധിയാകുന്നു. എന്നാലും അവിടുന്ന് ഭൗതികനാണെന്ന് ഒരിക്കലും കരുതരുത്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആധ്യാത്മികമാണ്. അവിടുത്തെ പറ്റി കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും സ്വയം കീർത്തിതനാകും. കാരണം അത്തരം പ്രവൃത്തികൾ ഒരുവനെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും മുക്തനാക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക കളങ്കമോ അവ്യക്തിഗതവാദമോ വിഷ്ണു രൂപത്തിൽ ആരോപിക്കരുത്. വിഷ്ണു ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം.
അത്തരം ജ്ഞാനത്താൽ ഒരുവന് പരിപൂർണതയുടെ അത്യുന്നത തലം പുൽകാൻ കഴിയും. ഹരേ കൃഷ്ണ. പറയുന്നു അദ്വൈതാചാര്യ മനോഹരമായ ശ്ലോകം. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ. ജഗത് മംഗളം, അതായത് അദ്വൈതാചാര്യ അദ്ദേഹം മംഗള ഗുണധാമ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മംഗളങ്ങളുടെയും ധാമമാണ്. അതായത് എല്ലാ മംഗളങ്ങളും ആണ് അതിന്റെ റിസർവയർ ആണെന്ന് പറയുന്നത് ആര്? അദ്വൈതാചാര്യ. മംഗള ഗുണധാമ. ആ മംഗള ഗുണധാമമായിട്ടുള്ള അദ്വൈതാചാര്യ എന്ത് ചെയ്യുന്നു? ജഗത് മംഗള, ഈ ജഗത്തിന് മംഗളം, എല്ലാ മംഗളങ്ങളും അദ്ദേഹം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു രണ്ടാമത്തെ വരിയിൽ, മംഗളചരിത സദാ മംഗളയാറ നാമ. അദ്ദേഹത്തിന്റെ ചരിതം അല്ലെങ്കിൽ ചരിത്രം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള ലീലകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, എല്ലാം അതേപോലെ മംഗളയാറ നാമവും ഭഗവാന്റെ നാമം, ഭഗവാൻ തന്നെയാണ് അദ്വൈതാചാര്യ. അതുകൊണ്ട് നാമവും മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അദ്വൈത ആചാര്യ, അദ്ദേഹം ആചാര്യനായിരുന്നു, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, എല്ലാവർക്കും ഭക്തിയുത സേവനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് സർവമംഗളം ആണ് അദ്ദേഹം. ഭഗവാൻ സർവമംഗളം ആണ് അല്ലെ, നമുക്കറിയാം. അതേപോലെ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമം, ഭഗവാനുമായിട്ട് സംബന്ധിച്ചിട്ട് എല്ലാം തന്നെ മംഗളകരമാണ്. അതാണ് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയി നിന്ന് കഴിഞ്ഞാൽ നമ്മളിലും നമ്മുടെ ജീവിതത്തിലും മംഗളങ്ങൾ അല്ലെങ്കിൽ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ, ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കുകയാണെങ്കിൽ അമംഗളങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ മുഖം തിരിക്കുക എന്നുള്ളതാണ്. സർവമംഗളം ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഭൗതിക തലത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉള്ളത് മാത്രമല്ല മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയൊരു വീട്, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്, ഒരുപാട് ബാങ്ക് ബാലൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മംഗളമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ ആക്ച്വലി അതല്ല. ആക്ച്വലി മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്പീഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ വരുന്നതും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനുമായിട്ട് ഭഗവാനെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും മംഗളമായിട്ടുള്ള കാര്യം. അത് എത്രയും പാവപ്പെട്ട വീട്ടിലെ ഒരാളാണെങ്കിലും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനകത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഭക്തനിൽ എല്ലാ മംഗളങ്ങളും ഉണ്ട്. ആ ഭക്തരുടെ ജീവിതത്തിൽ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട്. ഐശ്വര്യം കാണുന്ന രീതിയിലല്ല, പുറമേക്ക് ഭൗതിക തലത്തിലുള്ള ഒരു കാര്യമല്ല ഇതൊന്നും. ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റേ അല്ല ശരിക്കും. അതിനൊരു പ്രാധാന്യവുമില്ല. ഭക്തിയുടെ പാതയിൽ ഭൗതിക നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ, ഒരുപാട് പേര് പ്രശസ്തിയോ, സാധനങ്ങളോ, പൈസയോ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതാണ് പറയുന്നത്, ഏറ്റവും താഴെക്കടയിലുള്ള ഒരാൾക്ക് പോലും ഭക്തിക സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ ജീവിതം മംഗളകരമാവും, ഒരു സംശയമില്ല. ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ലീലകൾ എല്ലാം മംഗളമാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ, ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ, ഭഗവാനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ സർവമംഗളങ്ങളും നമുക്കുണ്ടാവുന്നു. ഹരിബോൽ. കോട്ടി അംശ കോട്ടി ശക്തി കോട്ടി അവതാർ ഏതലായ സൃജ പുരുഷ സകല സംസാർ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോടി അംശ കോടി ശക്തി കോടി അവതാര ഏതലന സൃജേ പുരുഷ സകല സംസാര. വിവർത്തന ശ്രീല പ്രഭാതിക്ക് ജയ്. മഹാവിഷ്ണു അവിടുത്തെ കോടിക്കണക്കിന് അംശങ്ങൾ, ശക്തികൾ, അവതാരങ്ങൾ എന്നിവയിൽ എല്ലാ ഭൗതിക പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്
ഈ മായശക്തി എന്ന് പറയുന്ന ആ ശക്തി ഉപയോഗിച്ച് ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു. ഒരുപാട് അവതാരങ്ങൾ വരുന്നു, ഒരുപാട് അംശങ്ങളുണ്ട് ഭഗവാന്, അല്ലെ? അപ്പോൾ ഭഗവാന്റെ അംശങ്ങളും അവതാരങ്ങളും ഒക്കെ അസംഖ്യമാണ്. അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. സൃഷ്ടി മാത്രമല്ല ചെയ്യുന്നത്, സൃഷ്ടി ചെയ്യുന്നു, പരിപാലനം ചെയ്യുന്നു, അവസാനം സംഹാരവും മഹാദേവനെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാലും ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് എല്ലാം നടക്കുന്നത്. എല്ലാം ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. മായ യൈചേദുയി അംശ നിമിത്ത ഉപാധാന മായ നിമിത്ത ഹേതു ഉപാധാന പ്രധാന പുരുഷ ഈശ്വര ऐचे द्वि मूर्ति है विश्व सृष्टि करे निमित्त उपादान लाया. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മായയേച്ഛേദുയി അംശ നിമിത്ത ഉപാദാന മായ നിമിത്ത ഹേതു ഉപാദാന പ്രധാന പുരുഷ ഈശ്വര ഐച്ഛേ ദ്വിമൂർത്തി ഹൈയ വിശ്വസൃഷ്ടികാരേ നിമിത്ത ഉപാദാന. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ബഹിരംഗ ശക്തിക്ക് 2 വിഭാഗങ്ങളുണ്ട്. നിമിത്തം, അതായത് സമർത്ഥ കാരണം. ഉപാദാനം, അതായത് ദ്രവ്യപ്രധാന കാരണം. മായ നിമിത്ത കാരണവും പ്രധാനം എന്നത് ഉപാദാനവും ആകുന്നത് പോലെ സമർത്ഥ കാരണങ്ങളും ദ്രവ്യപ്രധാന കാരണങ്ങളും ഉൾപ്പെടുന്ന ഈ ഭൗതിക ലോകം സൃഷ്ടിക്കാൻ പരമപുരുഷനായ മഹാവിഷ്ണു 2 രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. സൃഷ്ടിയുടെ ആദി കാരണം കണ്ടെത്താൻ 2 തരത്തിലുള്ള ഗവേഷണങ്ങളുണ്ട്. ഒരു നിർണയം ഇതാണ്: സച്ചിദാനന്ദ രൂപനായ ഭഗവാൻ ഈ ഭൗതിക സൃഷ്ടിക്ക് പരോക്ഷ കാരണമാകുന്നു. കൂടാതെ വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന അനന്തമായ ആധ്യാത്മിക ഗ്രഹങ്ങളും ഗോലോകം എന്നറിയപ്പെടുന്ന സ്വകാര്യ ഭവനവും ഉൾപ്പെടുന്ന ആധ്യാത്മിക ലോകത്തിന്റെ സൃഷ്ടിക്ക് അവിടുന്ന് പ്രത്യക്ഷ കാരണവുമാകുന്നു. അതായത് 2 ആവിഷ്കാരങ്ങളുണ്ട്: ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും. ഭൗതിക ലോകത്തിൽ അസംഖ്യം ഗ്രഹങ്ങളും പ്രപഞ്ചങ്ങളും ഉള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലും അസംഖ്യം ആധ്യാത്മിക ഗ്രഹങ്ങളും വൈകുണ്ഠങ്ങളും ഗോലോകവും ഉൾപ്പെടെ എണ്ണമറ്റ പ്രപഞ്ചങ്ങളുമുണ്ട്. ഈ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ എല്ലാം കാരണം പരമോന്നതനായ ഭഗവാനാണ്. എന്നാൽ ഭൗതിക പ്രപഞ്ചം വിശദീകരിക്കാനാവാത്തതും അപ്രകടവുമായ ശൂന്യതയുടെ ആവിഷ്കാരമാണെന്നതാകുന്നു 2ാമത്തെ നിർണയം. ഈ വാദം അർത്ഥരഹിതമാണ്. ആദ്യത്തെ നിർണയം വേദാന്ത ദാർശനികരാൽ അംഗീകരിക്കപ്പെടുന്നതും 2ാമത്തേത് വേദാന്ത തത്വജ്ഞാനത്തെ പ്രത്യക്ഷത്തിൽ എതിർക്കുന്ന സാങ്ക്യസ്മൃതിയുടെ നാസ്തിക സമ്പ്രദായത്താൽ പിന്തുണയ്ക്കപ്പെടുന്നതുമാണ്. ആത്മീയ അവബോധമുള്ള എന്തെങ്കിലും ഒന്നിനെ ഭൗതിക സൃഷ്ടിയുടെ കാരണമായി കാണാൻ ഭൗതിക ശാസ്ത്രജ്ഞർക്ക് കഴിയില്ല. അത്തരം നാസ്തിക തത്വജ്ഞാനികൾ എണ്ണമറ്റ ജന്തുക്കളിൽ ദൃശ്യമാകുന്ന ജ്ഞാനത്തിന്റെയും ജീവശക്തിയുടെയും ലക്ഷണങ്ങൾ ഭൗതികാവിഷ്കാരത്തിന്റെ ത്രിഗുണങ്ങളാൽ ഉണ്ടാകുന്നതാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയുടെ മൂലകാരണം സംബന്ധിച്ചുള്ള വേദാന്ത നിഗമനത്തിന് സാങ്ക്യർ എതിരാണ്. വാസ്തവത്തിൽ എല്ലാതരം സൃഷ്ടിയുടെയും ഹേതു നിരപേക്ഷനായ പരമാത്മാവാണ്. അവിടുന്ന് എല്ലായ്പ്പോഴും സമ്പൂർണനുമാണ്, ശക്തി എന്ന നിലയ്ക്കും ശക്തൻ എന്ന നിലയ്ക്കും. എല്ലാ ശക്തികളും ആരിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നുവോ പരമപുരുഷനായ ആ വ്യക്തിയുടെ ശക്തിയാലാണ് ഭൗതിക സൃഷ്ടി സംഭവിക്കുന്നത്. ഭൗതിക സൃഷ്ടിയിൽ വിഷയപരമായി വ്യാപൃതരായ തത്വജ്ഞാനികൾക്ക് ജഡശക്തിയുടെ അത്ഭുതകരമായ വൈഭവങ്ങളെ മാത്രമേ വിലമതിക്കാൻ കഴിയുകയുള്ളൂ. അത്തരം തത്വശാസ്ത്രജ്ഞർ ഈശ്വര സങ്കല്പത്തെ ഭൗതിക ശക്തിയുടെ ഒരു ഉൽപ്പന്നമായി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അവരുടെ തീർപ്പനുസരിച്ച് ശക്തിയുടെ ഉറവിടവും ശക്തിയുടെ ഉൽപ്പന്നമാണ്. ഭൗതിക സൃഷ്ടിയിലെ ജീവികൾക്ക് കാരണം ഭൗതിക ശക്തിയാണെന്ന് അത്തരം തത്വശാസ്ത്രജ്ഞർ തെറ്റായി നിരീക്ഷിക്കുന്നു. പരമപുരുഷനായ ഭഗവാനും അതുപോലെ ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നമാണെന്ന് അവർ കരുതുന്നു. ഭൗതികവാദികളായ ദാർശനികരും ശാസ്ത്രജ്ഞന്മാരും അധികമായും അവരുടെ അപൂർണമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വ്യാപരിക്കുന്നത് മൂലം സ്വാഭാവികമായും ജീവശക്തി ഭൗതിക സംയോജനത്തിന്റെ ഒരു ഉൽപ്പന്നമാണെന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷേ യഥാർത്ഥ സത്യം നേർവിപരീതമാണ്. ഭൗതിക ദ്രവ്യം ചേതനയുടെ ഒരു ഉൽപ്പന്നമാണ്. ഭഗവത്ഗീത അനുസരിച്ച്
പരമാത്മാവായ ഭഗവാനാണ് സകല ശക്തികളുടെയും സ്രോതസ്. ഒരുവൻ പരിമിതമായ സ്ഥലകാലങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതമായ വസ്തുക്കളുടെ പഠനത്തിലൂടെ ഗവേഷണ പ്രവൃത്തിയിൽ പുരോഗമിക്കുമ്പോൾ അയാൾ അത്ഭുതകരമായ വിവിധ ഭൗതിക സൃഷ്ടികളിൽ ആശ്ചര്യഭരിതനാവുകയും സ്വാഭാവികമായും മോഹനിദ്രയിൽ എന്ന പോലെ ഭൗതിക ഗവേഷണമാകുന്ന ആരോഹ പാന്താവിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ അവരോഹജ്ഞാന പാന്താവിനെ അവലംബിക്കുന്ന ഒരുവന് പുരുഷ ഭഗവാൻ സർവകാരണകാരണനും വൈവിധ്യമാർന്ന ശക്തി നിറഞ്ഞവനുമാണെന്നും അവിടുന്ന് അവ്യക്തിഗതനോ ശൂന്യമോ അല്ലെന്നും അംഗീകരിക്കുവാൻ സാധിക്കുന്നു. പരമോന്നത വ്യക്തിയുടെ വ്യക്തിശൂന്യാവിഷ്കാരം അവിടത്തെ ശക്തിയുടെ മറ്റൊരു പ്രകടനം മാത്രമാണ്. അതിനാൽ സൃഷ്ടിയുടെ മൂലകാരണം ജഡപദാർത്ഥമാണെന്ന നിർണയം സത്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അചിന്ത്യ ശക്തിയുടെ ഉടമയായ ഭഗവാന്റെ കടാക്ഷത്താലാണ് ഭൗതിക സൃഷ്ടി നടക്കുന്നത്. ഭൗതിക പ്രകൃതി ഭഗവാനാൽ ഊർജിതമാക്കപ്പെടുകയും ബദ്ധാത്മാവ് ഭൗതിക സൃഷ്ടിയോടുള്ള സംഭ്രമത്താൽ കാലദേശങ്ങളുടെ പരിമിതിക്കുള്ളിൽ കുടുക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു ഭൗതിക ദാർശനികനോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ആവിഷ്കാരങ്ങളിലൂടെയാണെന്ന് മാത്രം. ഭഗവാനെയോ അവിടത്തെ ശക്തികളെയോ ശക്തികളുടെ ഉറവിടവും ശക്തികളും തമ്മിലുള്ള സംബന്ധത്തെപ്പറ്റി ശരിയായ അറിവില്ലാത്തത് മൂലം യാഥാർത്ഥ്യത്തെയോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുവന് വിവർത്തനം എന്നറിയപ്പെടുന്ന തെറ്റ് സംഭവിക്കാൻ നന്നേ സാധ്യതയുണ്ട്. ഭൗതികവാദികളായ ശാസ്ത്രജ്ഞന്മാരും തത്വജ്ഞാനികളും ശരിയായ നിഗമനത്തിലേക്ക് വരാത്തിടത്തോളം അവർ പരമസത്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്ത കേവലം ഭൗതിക മേഖലയ്ക്ക് മുകളിൽ ചിറകടിച്ച് വട്ടം ചുറ്റി പറക്കുക മാത്രമേയുള്ളൂ. മഹാവൈഷ്ണവ ദാർശനികനായ ബലദേവ വിദ്യാഭൂഷണൻ തന്റെ വേദാന്ത സൂത്ര വ്യാഖ്യാനമായ ഗോവിന്ദ ഭാഷ്യത്തിൽ ഭൗതികവാദികളുടെ നിഗമനത്തെക്കുറിച്ച് വളരെ ഹൃദ്യമായി വിശകലനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു: സാങ്ഖ്യതത്വജ്ഞനായ കപിലൻ പ്രാഥമികമായ അടിസ്ഥാന സത്യങ്ങളെ സ്വന്തം അഭിപ്രായമനുസരിച്ച് തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഭൗതിക പ്രകൃതി സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളുടെ സമതുലനമാണ്. ഭൗതിക പ്രകൃതി മഹത് എന്നറിയപ്പെടുന്ന ഭൗതിക ശക്തിയെയും മഹത് ശക്തി മിഥ്യാഹങ്കാരത്തെയും ഉത്പാദിപ്പിക്കുന്നു. മിഥ്യാഹങ്കാരം 5 ഇന്ദ്രിയ ഭോഗവസ്തുക്കളെയും പിന്നീട് ഇവ 10 ഇന്ദ്രിയങ്ങളെയും, അതായത് 5 ഇന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സിനെയും പഞ്ചഭൂതങ്ങളെയും ഉത്പാദിപ്പിക്കുന്നു. ഈ 24 ഘടകങ്ങളോട് പുരുഷനെ അഥവാ ആസ്വാദകനായ ജീവാത്മാവിനെയും ചേർത്താൽ 25 അടിസ്ഥാന സത്യങ്ങളുണ്ട്. ഈ 25 സത്യങ്ങളുടെ അനാവിഷ്കൃതമായ അവസ്ഥയെ പ്രകൃതി എന്ന് വിളിക്കുന്നു. ത്രിഗുണങ്ങൾക്ക് 3 വ്യത്യസ്ത ഘട്ടങ്ങളിൽ സന്തോഷത്തിന്റെ കാരണമെന്ന നിലയിലും ദുഃഖത്തിന്റെ കാരണമെന്ന നിലയിലും വ്യാമോഹത്തിന്റെ കാരണമെന്ന നിലയിലും വർത്തിക്കുവാൻ കഴിയും. സത്വഗുണം സന്തോഷത്തിനും, രജോ ഗുണം സന്താപത്തിനും, തമോ ഗുണം സമ്മോഹനത്തിനും കാരണമാകുന്നു. നമ്മുടെ ഭൗതികാനുഭവം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും വ്യാമോഹത്തിന്റെയും ആവിഷ്കാരങ്ങളുടെ അതിരുകൾക്കുള്ളിൽ പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, സുന്ദരിയായ ഒരു സ്ത്രീ തീർച്ചയായും അവളെ പത്നിയായി ലഭിക്കുന്ന ഒരുവന് സന്തോഷത്തിന് ഹേതുവാകുന്നു. പക്ഷേ അതേ സുന്ദരിയായ സ്ത്രീ അവൾ നിരസിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ അവളുടെ ക്രോധത്തിന് പാത്രമാകുന്ന പുരുഷന് ദുഃഖത്തിന് കാരണമാകുന്നു. ഒരു പുരുഷനെ ഉപേക്ഷിക്കുന്ന പക്ഷം അവൾ വ്യാമോഹത്തിനും കാരണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറെ താങ്ക് യു. ഇനി വേറെ ഹരിബോൾ. വായിക്കണമെങ്കിൽ താങ്ക് യു. ഒന്ന് നിർത്തിക്കോളൂ. കുറെ ഉണ്ട്. നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. തത്വങ്ങളാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ. ശ്രീല പ്രഭുജി നോക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ശ്ലോകം മാത്രമല്ല ഒരുപാട് ശ്ലോകങ്ങൾ ഇതുപോലെ വിവരിക്കാറുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ആചാര്യന്മാരുടെ കമന്ററി എല്ലാം നോക്കി, ടീക്കാസ് എല്ലാം നോക്കി വായിച്ച് അതിൽ നിന്നുള്ള എസെൻസ് നമുക്ക് പറഞ്ഞു തരുവാണ്. ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ, ബഹിരാംഗ ശക്തി മായയായിച്ച ദുയി അംശ നിമിത്ത ഉപധാന. അതായത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നിമിത്ത,
ഒന്ന് ഉപദാന. നിമിത്ത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് മെയിൻ ആയിട്ടുള്ള കാരണം, അതായത് ഭഗവാൻ മായ എന്ന് പറയുന്നതാണ് മെയിൻ കാരണം. അത് എന്ത് സൃഷ്ടിയുടെ കാരണമാണ് പറയുന്നത്. മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭഗവാന്റെ ശക്തിയാണ്. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം ഈ സൃഷ്ടിയുടെ കാരണമാണ് ഉപദാന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന. പ്രധാന എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 24 മൂലകങ്ങളെ കുറിച്ച് ഇവിടെ ഭാവാർത്ഥത്തിൽ നമ്മളിപ്പോൾ വായിക്കുകയും ചെയ്തു. 24 മൂലകങ്ങളും സൃഷ്ടിയുടെ കാരണമാണ്. എന്നാൽ അത് പ്രധാനം, ഉപദാനം എന്ന് പറയുന്നു. എന്നാൽ നിമിത്തം, ഭഗവാന്റെ ശക്തി, ബഹിരാംഗ ശക്തി എന്ന് പറയുന്നതാണ് നിമിത്തം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ രണ്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ ശക്തി തന്നെ, രണ്ട് അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ അത് മായ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പ്രധാനമാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു, അതാണ് പറയുന്നത്, ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് വരുന്ന ഈ ഭഗവാൻ വിഷ്ണു രണ്ട് രൂപങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് രീതികളിൽ ഈ സൃഷ്ടി നടത്തുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണമാവുന്നു, ഈ സൃഷ്ടിക്ക് കാരണമാവുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശീല പ്രഭുപാദ് ഓക്കെ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ രണ്ട് രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിമിത്തവും ഒന്ന് ഉപദാനം. അപ്പോൾ അങ്ങനെ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹം അത് നിമിത്തം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നു, മായാശക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ രൂപമാണ് ഈ പറയുന്ന മൂലകങ്ങൾ, ഈ 24 മൂലകങ്ങൾ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അതാണ് രണ്ട് ഫോമുകൾ എന്ന് പറയുന്നത്, രണ്ട് രൂപങ്ങൾ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഭൗതിക സൃഷ്ടി നടത്തുവാൻ വേണ്ടി രണ്ട് രീതിയിൽ അദ്ദേഹത്തിന്റെ ബഹിരാംഗ ശക്തിയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് രൂപങ്ങളുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സൃഷ്ടി നടത്തുന്നത്, ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്, വിഷ്ണുവാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ആധ്യാത്മിക ലോകവും ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആധ്യാത്മിക ലോകം അത് ശാശ്വതമായിട്ടുള്ളതാണ്, അതിന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനാണ്, അത് ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതെല്ലാം. അപ്പോൾ ഭഗവാന്റെ ആന്തരിക ശക്തി, ബഹിരാംഗ ശക്തി, രണ്ട് ശക്തികളുണ്ട്. ബഹിരാംഗ ശക്തി ഉപയോഗിച്ചിട്ടാണ്, മായാശക്തി ഉപയോഗിച്ചിട്ടാണ് മഹാവിഷ്ണുവിലൂടെ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. എന്നാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയിലൂടെയാണ് ഏത് വന്നിട്ടുള്ളത്, വൈകുണ്ഠ ലോകങ്ങളും ഗോലോക വൃന്ദാവനവും അല്ലെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ആധ്യാത്മിക ലോകമാവട്ടെ ഭൗതിക ലോകമാവട്ടെ എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഭഗവാനെ മാറ്റി നിർത്താൻ സാധിക്കില്ല, ഇൻക്ലൂഡിങ് ഭൗതിക ലോകം പോലും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ശില പ്രഭുപാദ് പറയുന്നത് ഇതാണ് സത്യം. എന്നാൽ ഈ സാഖ്യാസ്മൃതി പല തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസും അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പല സ്റ്റഡീസിലും അത് കുറച്ച് അതിൽ നാസ്തികത്വം വരുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുമ്പോൾ അവരുടെ കൺക്ലൂഷൻ, അവരുടെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നു, ഈ ഭൗതിക സൃഷ്ടി നടന്നിട്ടുള്ളത് ത്രിഗുണങ്ങൾ കാരണമാണെന്ന്. അതായത് ത്രിഗുണങ്ങൾ ആക്ച്വലി ഇതിന്റെ ഭാഗമാണ്, അല്ലാതെ ത്രിഗുണങ്ങളല്ല സൃഷ്ടിക്കുന്നത്, ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്, അല്ലെ? ഭഗവാനാണ് സൃഷ്ടിയുടെ മൂല കാരണം. അത് മറക്കുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത് ഈ ഭഗവാന്റെ അവതാരങ്ങൾ പോലും മായയിൽ നിന്നാണ് വരുന്നതെന്നാണ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ശക്തിയാണ് മായ, ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന നാസ്തിക പല സിദ്ധാന്തങ്ങളും കൺക്ലൂഷൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മായയുടെ പ്രൊഡക്റ്റ് ആണ് ഭഗവാന്റെ അവതാരങ്ങൾ. അപ്പോൾ ഭഗവാൻ അവതാരം എടുത്ത് ഇവിടെ വരുമ്പോൾ പല ലീലകളും ചെയ്യുന്നു. അവതാരങ്ങൾ എടുത്ത് വരുന്ന സമയത്ത് പറയുന്നു
മായയുടെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മായയിൽ നിന്നാണ് അവർ വരുന്നത്. അതായത് ഭഗവാന്റെ ബഹിരാംഗ ശക്തി ആണ് ഭഗവാനേക്കാൾ വലുത് എന്ന് അവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഭഗവാൻ ഇവിടെ അവതാരം എടുക്കുമ്പോൾ ഭഗവാൻ ജനിക്കുന്നു, മരിക്കുന്നു, വയസ്സാവുന്നു, ഇതൊക്കെ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മായയുടെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മായയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് അവരുടെ കൺക്ലൂഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് തെറ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വ്യക്തി തത്വതഃ, ദിവ്യമാണ് അത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റായിട്ട് ധരിക്കുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ 2 പാരഗ്രാഫിൽ പറയുന്നത്. അതുകൊണ്ട് ഭഗവാനാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് പല കൺക്ലൂഷൻസും ഉണ്ടാവും. ഭൗതിക ശക്തിയിൽ നിന്നാണ് ഈ ഭൗതിക ലോകം, ഭഗവാന്റെ മായ ശക്തിയിൽ നിന്നാണ് ഭൗതിക ലോകം വരുന്നത്, അല്ലാതെ ഭഗവാൻ അതിൽ റോളൊന്നുമില്ല എന്നൊക്കെയാണ് ആളുകളുടെ കൺക്ലൂഷൻ. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ ഒരു ശക്തിയാണ് ഭൗതിക ശക്തി, അല്ലെങ്കിൽ മായശക്തി എന്ന് പറയുന്നത്. ഓക്കെ, മായശക്തി ഒരു കാരണമാണ്, പക്ഷെ മായശക്തി മാത്രമല്ല, അതിന്റെ പുറകിൽ ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അത് മറക്കുന്നു. അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ച് പുറമേ കാണുന്നത് മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. അതിന്റെ പുറകിൽ ഉള്ള ഒരു വ്യക്തിയെ, ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയെ മറക്കുന്നു. അവിടെയാണ് ഈ ഒരു കൺക്ലൂഷൻസിലൊക്കെ തെറ്റ് വരുന്നത്. എല്ലാ ശക്തികളുടെയും ഉറവിടം ഭഗവാനാണ് എന്നുള്ളത് അവർ മറക്കുന്നു. അവർ ശക്തികളെ കുറിച്ച് പറയുന്നു, ഈ ശക്തി അങ്ങനെയാണ്, മായാശക്തി, അതൊക്കെ അവർ പറയും. പക്ഷെ അതിന്റെ പുറകിൽ ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളത് അവർ മറക്കുന്നു. അതാണ് 3-ാമത്തെ പാരഗ്രാഫിലും ഒക്കെ കൂടുതൽ പറയുന്നത്. അപ്പോൾ പറയുന്നു അവരോഹ പാന്ത ആരോഹ, അവരോഹം എന്താണ് പറയുന്നത്? അവരോഹം അല്ലെ? എന്താണ് വായിച്ചത്? അവരോഹ, ആരോഹ. അതുപോലെ ആരുമില്ല ഇവിടെ? ഹരേ കൃഷ്ണ. ആരോഹ പന്താവിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവരോഹ ജ്ഞാന പന്താവിനെ അവലംബിക്കുന്ന ഒരുവന് പരമപുരുഷ ഭഗവാൻ സർവ്വകാരണത്തിനും കാരണവും വൈവിധ്യമാർന്ന ശക്തി അറിഞ്ഞവനും ആണെന്ന്. അപ്പോൾ എന്താണ് അവരോഹം, ആരോഹം? നമ്മളിതിന് മുമ്പ് എപ്പോഴൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്ക് പറയാൻ പറ്റും? ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ഇംഗ്ലീഷിൽ പറയുന്നു. ഹരേ കൃഷ്ണ. യെസ്. അവരോഹണ പന്താവെന്ന് വെച്ചാൽ അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് പോവുക അല്ലേ? ആരോഹണം എന്ന് പറഞ്ഞാൽ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ഏതാണ്? അവരോഹമാണോ ആരോഹമാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആദ്യം പറഞ്ഞത് അവരോഹണ പന്താവ്. അവരോഹണം. അതായത് അവരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുക, അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകാനാണ് നോക്കുന്നത്. പക്ഷേ അതല്ല പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. മുകളിൽ നിന്ന് താഴോട്ടാണ് അല്ലെ? നമ്മുടെ പരമ്പര സിസ്റ്റം തന്നെ എങ്ങനെയാണ്? വേദങ്ങളും ഭഗവാനിൽ നിന്ന് വരുന്ന വേദങ്ങൾ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്, ഈ പല ശാസ്ത്രജ്ഞന്മാരും ചെയ്യുന്ന റിസർച്ചുകൾക്ക് പലപ്പോഴും ഒരു അർത്ഥമില്ല. അവര് ഒരു സംഭവം ഉള്ളതിനെ അതിന്റെ അപ്പുറത്തേക്ക് മുന്നോട്ടാ പഠിക്കുന്നത്. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല. അതാണ് പ്രോബ്ലം ആക്ച്വലി. സോ ഇവിടെ പറയുന്നത്, അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അവരോഹണമാണ്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അതായത് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. സർവ്വ കാരണങ്ങളുടെയും കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ശക്തികൾ ഉപയോഗിച്ചാണ് ബാക്കിയെല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത്. കാര്യം താഴേന്ന് മുകളിലേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? സൃഷ്ടി, അതിന് മുകളിൽ ശക്തി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. കാര്യം ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവര് അംഗീകരിക്കുന്നില്ല. അദ്ദേഹമാണ് മൂലകാരണം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ വേദപഠനമാവട്ടെ, വേദങ്ങൾ നമ്മൾ പഠിക്കുന്നതാവട്ടെ, അതെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗവേഷണങ്ങളാവട്ടെ, അതിനെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന പ്രോസസ്സാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. മറ്റേത് നമ്മുടെ ഊഹാപോഹങ്ങളാണ് കൂടുതൽ വരുന്നത്. കാര്യം എങ്ങനെയാണെന്ന് നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത് പലതും. മറ്റേത് അവരോഹം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ അവരോഹമാണോ എന്നറിയില്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയെന്ന് അറിയില്ല. എനിവേ, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ആണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. അതാണ് പരമ്പരാ സിസ്റ്റത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ
വരുന്നു, താഴോട്ട് വരുന്നു. അപ്പോൾ ഭഗവാന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മൂലകാരണം, അദ്ദേഹത്തിന്റെ ശക്തികൾ, അതിൽ നിന്ന് പിന്നെ മൂലകങ്ങൾ, പിന്നെ അതിനുശേഷം മറ്റുള്ള ജീവജാലങ്ങൾ, ബ്രഹ്മാണ്ടത്തിനകത്തേക്ക് ഓരോ സെക്കൻഡറി ക്രിയേഷൻ ബ്രഹ്മാവ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു. താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇംപ്രോപ്പർ ആയിരിക്കും. കാര്യം എവിടെയും എത്തില്ല. അതിൽ കൂടുതൽ പല ഇന്റർപ്രിട്ടേഷൻസും വരുന്നു. അതാണ് വേദങ്ങളെ നമ്മൾ അംഗീകരിക്കുമെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ അടുത്ത പാരഗ്രാഫിൽ വായിച്ചു നമ്മൾ 24 മൂലകങ്ങളെ കുറിച്ച് പറയുന്നത്. ശീല ബാലദേവ് വിദ്യാഭൂഷൺ പറഞ്ഞു. നമുക്കറിയാം 24 മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. മഹത് തത്വ എന്ന് പറയുന്നതും ഭഗവാന്റെ, അതുപോലെ തന്നെ മനസ്സും മിഥ്യാഹങ്കാരവും, ഇതെല്ലാം നമ്മൾ മിഥ്യാഹങ്കാരത്തിൽ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, മിഥ്യാഹങ്കാരമാണ് ഏറ്റവും പ്രശ്നക്കാരൻ. കാര്യം അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ഐഡന്റിറ്റി മാറിപ്പോകുന്നത്. ഞാൻ ഇതാണ്, ഞാൻ ഭഗവാന്റെ അംശമാണെന്ന് മറക്കുന്നതാണ് മിഥ്യാഹങ്കാരം. അപ്പോൾ അവിടെ നിന്നാണ് ഈ ബാക്കി എല്ലാം സംഭവിക്കുന്നത്. ബാക്കി ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളൊക്കെ പിന്നീട് താഴെ വരുന്നതാണ്. ഈ മിഥ്യാഹങ്കാരമാണ് എല്ലാത്തിന്റെയും ബേസ്. നമ്മുടെ ഭൗതിക ഇതിനെ നോക്കുവാണെങ്കിൽ, സൃഷ്ടിയുടെ ഭാഗം നോക്കുവാണെങ്കിൽ, അതിനുശേഷമാണ് പിന്നെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളിലേക്ക് റോളുകൾ വരുന്നത്. പക്ഷേ മെയിൻ പ്രോബ്ലം മിഥ്യാഹങ്കാരമാണ്. സോ അതുകൊണ്ട് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെയിൻ കോസിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്റെ ലൈനിൽ വരും. നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഭഗവാന്റെ അംശമാണ്, ജീവര സ്വരൂപമായി കൃഷ്ണർ നിത്യദാസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭഗവാനിലേക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്നു. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ മിഥ്യാഹങ്കാരമാണ് റൂട്ട് കോസ്. അപ്പൊ അതിനെ നമ്മൾ മാറ്റണം ശാസ്ത്രത്തിലൂടെ, സാധനയിലൂടെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് ഇനിയും 4-5 പാരഗ്രാഫ് ഉണ്ട്, അതിനും കൂടുതലുണ്ട്, കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു 2 ക്ലാസ് മിനിമം വേണ്ടിവരും ഇത് വായിക്കാൻ. സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. അപ്പൊ എവിടെയാണ് വായിച്ചു നിർത്തിയിട്ടുള്ളതെന്ന് മാർക്ക് ചെയ്ത് വെക്കൂ. ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. श्री चैतन्य चरितामृत की जय, श्रील कृष्णदास कविराज गोस्वामी की जय, जगत गुरु श्रीला प्रभुपाद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधेश्याम. हरे कृष्ण. हरे कृष्ण.